അഭി ആ അഭി ചായ. നീ എന്താടാ ആലോചിക്കുന്നത്? അതല്ലടി, നിന്റെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താടാ? എടി, നമ്മുടെ ഞാനോ എങ്ങനത്തെ കുട്ടിയാ? നല്ല കുട്ടിയാണല്ലേ? അതെ. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്തുവാ? നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? ആ, സീരിയസ് ആയിട്ടല്ല, പിന്നെ തമാശക്കാ? സീരിയസ് ആയിട്ടാണെങ്കിൽ നിനക്ക് ചേരത്തില്ലടാ അവള്. ആന്തരി നീ അങ്ങനെ പറഞ്ഞേ? ഞാനെന്താ അത്രയും മോശമാണോ? അതല്ലടാ. പിന്നെ അവൾക്ക് വേറെ അഫെയർ വല്ലതും ഉണ്ടോ? ഇതുവരെ എൻ്റെ അറിവിലില്ല. പിന്നെന്താ പ്രശ്നം? ഞാൻ നാളെ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. വിഷ്ണു എന്തായാലും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ വിളിച്ചോണ്ടാണ് പോകുന്നത്. അവനായിരിക്കും ഇതിൻ്റെ മീഡിയേറ്റർ. അങ്ങനെയല്ല, അവൻ കൂടെ ഉള്ളപ്പോൾ ഒരു ധൈര്യം. പോയി പറയണമെങ്കിലേ ഒറ്റയ്ക്ക് പോയി പറയണം. അവനൊക്കെ ഇതിനെ വിളിച്ചോണ്ട് പോകുന്നേ. നിന്റെ അടുത്ത് സംസാരിക്കും പോലെയല്ല അവളുടെ അടുത്ത് സംസാരിക്കും. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അവനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം എനിക്ക്. ഓ പിന്നെ നാണല്ല മൂത്ത് മീശയും വെച്ച് കിടക്കാൻ. പറയുന്ന ഇപ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പം എന്തുവാണ് ഒറ്റയ്ക്ക് പോയി പറയാം? നീ കണ്ടോ, ഞാൻ നാളെ അവളെ ഒറ്റയ്ക്ക് പോയി കാണുകയും ചെയ്യും, അവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുകയും ചെയ്യും. വെയിറ്റ് ആൻഡ് സീ. എടാ, മേലെ നീ കേസ് പറഞ്ഞ് എന്നെ വിളിച്ചിരിക്കുന്നു. ഇത് ലാസ്റ്റത്തെ തവണയാ. എത്ര നാളായടാ ഇത്? ഇവനിവിടെ എന്തെടുക്കുക? എടാ, അത് വേണം. നമ്മൾ പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വന്നാൽ പോരെ? ഓ ദേ, പിന്നെ അവൻ തുടങ്ങി. ഇന്ന് വേണ്ട, നമുക്ക് വേറെ ദിവസം പറയാടാ. എടാ, ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എപ്പോ പറയാൻ? അവക്കൊരു ഇഷ്ടമല്ലെങ്കിലോ? എടാ, നമുക്ക് അടുത്ത വാലന്റൈൻസ് ഡേക്ക് പറഞ്ഞാൽ പോരെ? അപ്പോഴേക്കും അവളെ വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. നീ ഇവിടെ ഇരുന്ന്. എടാ, ആ അവിടെ ഇരി. നീ എന്തിനാ ഇങ്ങനെ ഇടന്ന് പേടിക്കുന്നേ? എടാ എന്നാലും എന്തെന്നാലും പറയണോ? എടാ, നീ പറയാനുള്ളതൊക്കെ അവളുടെ അടുത്ത് പറ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എപ്പോ പറയാനാ? ഞാൻ എന്തായാലും അപ്പുറത്ത് കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരി, ഹാപ്പി ആയിട്ടിരി. എന്താവും എന്തോ. ഹലോ, എവിടെയാടാ അവള്? എടാ, അവളെ കാണാനില്ലല്ലോ, നമുക്ക് പോയാലോ? എട്ടോ, നീ ഒന്ന് ഉടങ്ങടോ, അവള് വരട്ട്. ശരി ശരി എടാ, ഇന്നെങ്കിലും ഒന്ന്. ശരി. ഹലോ. സോറി, കുറച്ച് ലേറ്റ് ആയി ആ പോയി. സാരമില്ല, കുഴപ്പമില്ല. ട്രാഫിക്കും ഇതൊക്കെ ആയിട്ട്. പിന്നെ കുറെ നേരമായി വന്നിട്ട്. ഏയ് ഇല്ല, കുറച്ചു നേരമേ ഉള്ളൂ. പിന്നെ സുഖാണോ? സുഖം. തനിക്കോ? സുഖം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്തുപറ്റി പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുപറ്റി? പറയാം. ഓക്കെ. അനുവിനറിയാമല്ലോ, എനിക്കാണെങ്കിൽ അങ്ങനെ അധികം ഫീമെയിൽ ഫ്രണ്ട്സ് ഒന്നുമില്ല. താനും ശ്രുതിയൊക്കെയാണ് എൻ്റെ ആകെയുള്ള 2 ഫീമെയിൽ ഫ്രണ്ട്സ്. ഓക്കെ. അതിൽ തന്നെ താൻ എനിക്ക് വളരെ സ്പെഷ്യലാണ്. യു ആർ ഓൾവേസ് സമ്മൺ വെരി സ്പെഷ്യൽ ഫോർ മീ. താൻ എപ്പോഴും ഇങ്ങനെ കൂടെ ഉള്ളപ്പം എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ആണ്. പക്ഷേ അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെന്താ പ്രശ്നം? ആയിരിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു പോസിറ്റീവ്നെസ് എന്നും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നീ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് നടക്കത്തില്ല. നീ എല്ലാ ആണുങ്ങളെ പോലെയാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അനു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മതി, എനിക്ക് ഒന്നും കേൾക്കണ്ട. അനു, അനു പ്ലീസ്. കൈവിട. നീ എന്താ പറയുന്നത്? സ്വപ്നം കാണുന്നു? ഒന്നുമില്ലടാ. അതൊക്കെ പിന്നീട് അവളടുത്ത് പറഞ്ഞതിന് ശേഷം ആദ്യം നീ അവളടുത്ത് പറയ്. പറയാം. ഓ ആയിക്കോട്ടെ. എന്താടാ? പോവാം. എവിടേക്ക്? എനിക്കെന്തോ ഇത് ശരിയാവത്തില്ല, നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഇന്ന് വേണ്ട. ഇവര് കാര്യം പറഞ്ഞാലും മനസ്സിലാവൂല. എടാ വേണ്ട, ശരിയാവത്തില്ല. നീ പറയുന്നത് മനസ്സിലാക്കി പോവാം. എടാ, എത്ര പറഞ്ഞാലും നിന്റെ തലേ കയറത്തില്ലേ? നിന്നോടല്ലേ ഈ പറയുന്നേ? എടാ അതല്ല, അവൾ എന്നെ അങ്ങനെയൊന്നുമില്ല കണ്ടിരിക്കുന്നെങ്കിലോ. അത് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ.
അവൻ കുളിച്ച് കുറിത്തോട്ട് ഇറങ്ങിയിരിക്കുക ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ നീ ഒന്ന് എടാ അവൻ എത്തിയടാ. ഓൾ ദ ബെസ്റ്റ് മാൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി. ദൈവമേ, അവൻ കുളം ആക്കാതിരുന്നാ മതിയായിരുന്നു. ഹായ്. ഹലോ. ഐ എം സോ സോറി, ഭയങ്കര ട്രാഫിക് ആയിരുന്നു, അതാ ലേറ്റായി പോയെ. കുറെ നേരം വന്നിട്ട്. സുഖാണ്. ഓക്കെ, സുഖാണോ? സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല നല്ല വിശേഷം. എന്തിട്ട് ഈ ഒരു സ്പേസില് പെട്ടെന്ന് കാണാൻ വരാൻ തോന്നിയത്? നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലാണോ? ഫിനാൻഷ്യൽ ഇഷ്യൂ ഒന്നുമല്ല. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, അതിനുവേണ്ടി വരാൻ പറഞ്ഞു. എന്ത് പറ്റി? പറയടാ. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആണോ? വാലന്റൈൻസ് ഡേക്കോ? ഹാപ്പി ബർത്ത്ഡേ. ഇതായിരുന്നു വലിയ കാര്യം. ഒരു കേക്ക് ഓർഡർ ചെയ്യട്ടെ? അത് വേണോ? കേക്ക് ഓർഡർ ചെയ്യാം, ബർത്ത്ഡേ അല്ലേ. ഫ്രണ്ട്സ് ആരും വന്നില്ല? അവര് വന്നോണ്ടിരിക്കും. ശരി, പിന്നെ എന്താ ഗിഫ്റ്റ് വേണ്ടേ? അതൊന്നും വേണ്ട, നിന്റെ ട്രീറ്റ് ആണ്. എന്റെ ട്രീറ്റാ. അവര് വന്നോണ്ടിരിക്കും. ഓക്കെ. ഒരു സെക്കൻഡേ, ഒരു കോൾ വരുന്നുണ്ടേ. ശരി. ഹലോ 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 ഹലോ. ഈ പൊട്ടേത് ആരെ വിളിക്കുന്നു? ഇതാ വരുന്നു. ഒരു സെക്കൻഡ്, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം. ഒരു എമർജൻസി. ഒന്നും വിചാരിക്കില്ലേ, സോറി. ഇവനെന്തോന്ന് കേക്ക് മേടിക്കാൻ പോകുന്നു? എന്നെ കാണല്ലേ, ഇത് ഞാനല്ല. ഹലോ, ശ്രുതി പറ. അയ്യോ, ശ്രുതി, നീ എന്താ ഇവിടെ? നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഫോൺ വിളിച്ചായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. നീ കാണൂല. അനു എന്ത് പറഞ്ഞു? അത് ഞാൻ അവളോട് പറഞ്ഞു. അവളെന്ത് പറഞ്ഞു? അവള് ആലോചിച്ചിട്ട് പറയാ. അവനിവിടെ വന്ന തീർന്നോ? ഇങ്ങോട്ട് വരുന്നു. എന്നിട്ടാ നീ എന്ത് വൃത്തിയോടാ കാണിച്ചേ? മാറി. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നു? ഒരുമാതിരി മറ്റേടത്ത പരിപാടി കാണിക്കരുത്. നിന്റെ കൂടെ വന്ന ഞാൻ എന്താ പൊട്ടനാ? എന്താടാ, എന്ത് പറ്റി? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എടി, ഇവന് നല്ല അനുവിനെ കാണണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയിട്ടെ, അവളെ കണ്ട ഉടനെ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം. ഇവനെ എന്ത് ചെയ്യണമെന്നറിയോ? അവന്റെ നോട്ടം കണ്ട കള്ളം. നാണോ ഉണ്ടാണോ നിനക്ക്? എടാ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ, നീ അല്ലേ എന്നെ വിളിച്ചോണ്ട് പോയെ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞോ? എടാ ലേശ ഒളുപ്പ്. എന്നിട്ട് അവളെ ചോദിച്ചപ്പോ അവൻ പറയാ ഇവന്റെ ബർത്ത്ഡേ ആണെന്ന്. ബർത്ത്ഡേയോ? നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞല്ലേ? എടാ, നിനക്ക് ഒരു വർഷം എത്ര ബർത്ത്ഡേ ആടാ? ഇങ്ങോട്ട് നോക്കടാ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തലയിലോട്ട് കയറ്റിയെന്നറിയോ? ഞാൻ നിർത്തി, ഇവനോട്ടുള്ള സകല പരിപാടി നിർത്തി. ആ പെണ്ണെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. എന്താടാ ഇത്? അങ്ങനെ ചോദിക്കാം അങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ല ഇവനെ കൊണ്ടുപോട്ടെ, നിന്നോട് ഒറ്റയ്ക്ക് പോവാൻ. എന്തായാലും ഇനി ഇവന്റെ വൈകുന്നേരം നീ കേട്ടോ. അവൻ കേൾക്കണം. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? മതി, ഒന്ന് നിർത്ത്. എന്റെ കാര്യം ഞാൻ നോക്കണം. ഇനി ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഇതൊരു അപേക്ഷയാണ്. ഞാൻ പോണു. ഇവന്റെ കാര്യം. എടീ, അനു നിന്റെ കൂട്ടുകാരിയല്ലേ, നിനക്കൊന്ന് പറഞ്ഞ് സെറ്റായി കൊടുത്തൂടെ? ഞാൻ എങ്ങനെ ഇതൊക്കെ പറയണേ? അവനല്ലേ പറയണ്ടേ? അത് ശരിയാ. നിനക്ക് അറിഞ്ഞൂടെ അവന്റെ സ്വഭാവം? എനിക്കറിയാം, പക്ഷെ അത്ര കമ്പനി അല്ലാത്തോണ്ടേ. ഇല്ലെങ്കിൽ ഞാനെങ്കിലും പോയി ചോദിച്ചാൽ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ആ കൊച്ചിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നെങ്കിലും നമുക്കറിയാലോ. നീ വിചാരിച്ചാൽ നടക്കും. കൂട്ടുകാരന് വേണ്ടി അതെങ്കിലും ചെയ്യടി. എടാ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ശ്രമിക്കാം. നീ അവനെ തേക്കരുത്. ശ്രുതി എവിടെ? ശ്രുതി
ആ തോ ആ അതാരാ കൂടെ? ഹായ് ഹലോ, ഹായ്, ഇതാരാ? അങ്ങോട്ട് ചോദിക്കേ. ഇതാണ് എൻ്റെ വുഡ് ബി. ആഹാ, ഹായ് നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് നിങ്ങളെ നേരത്തെ അറിയായിരുന്നു? ഇപ്പൊ പരിചയപ്പെട്ടു. ആഹാ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു. പറഞ്ഞു എല്ലാം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, തീർച്ചയായും എന്തായാലും വരണം. വരണം. ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും വരും. നമ്മൾ ഒരാഴ്ച മുമ്പെങ്കിലും അവിടെ കാണും അല്ലേ? പിന്നെ നമ്മളും വൈകാതെ ഒരു കല്യാണം വിളിക്കുന്നുണ്ട്. എപ്പോ? സമയമാവട്ടെ, അത് ശരി. നീ വല്ല എനിക്ക് അറിഞ്ഞില്ല. സമയമാവട്ടെ, സമയമാകുമ്പോ അറിയിക്കാം. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങളങ്ങ് പോട്ടെ. എന്നാ Okay. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, Wish you all the best. കല്യാണത്തിന് വരാം. Right. വരട്ടെ. All the അപ്പൊ best. ശരി, ബൈ. പോട്ടെ. ഓക്കെ. പോട്ടെ. Okay. അപ്പൊ ശരി. There is a surprise for you. ഹലോ, ആ ശ്രുതി പറയേ. അനു എന്തായി? നീ അവനോട് പറഞ്ഞോ? അതൊന്നും ആയില്ല ശ്രുതി. അവൻ ഇടയ്ക്ക് വെച്ച് എവിടെയോ ഇറങ്ങിപ്പോയി. അപ്പൊ ഒന്നും പറഞ്ഞില്ലേ നീ? എനിക്ക് തോന്നുന്നില്ല അവൻ എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ട്. ഞാനും അത് തന്നെയല്ലേ നിന്നോട് പറഞ്ഞേ. എടി, അവന് നിന്നോട് അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാനും പോവാ. എനിക്ക് വെറുതെ ഹോപ്പ് വെച്ച് മൈൻഡും ഒരുമാതിരിയായി. എനിക്കവനെ അറിയാവുന്നോണ്ട് ഞാൻ നിന്നോട് പറഞ്ഞേ ഉള്ളൂ. ആ, എന്നാ പിന്നെ ശരി, ഞാൻ വിളിക്കാടി.